ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണത്തിന് ക്ഷാമമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാര്യം കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥയിൽ പല ഹോസ്പിറ്റലുകളിലും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ പലയിടത്തും കുറവാണ്. നമ്മൾ നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. രോഗികൾക്ക് നല്ലതുപോലെ കിടക്കുന്നതിന് സൗകര്യമില്ല. അവർക്ക് പ്രോപ്പറായിട്ട് പല ഗവൺമെൻറ് ആശുപത്രികളിൽ ആഹാരം കൊടുക്കണമെന്നാണ്, അത് നടക്കുന്നില്ല. അതുപോലെ തന്നെ പരിപൂർണമായിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡോക്ടർമാരില്ല, അതിന് ആനുപാതികമായിട്ടുള്ള സിസ്റ്റർമാരില്ല, പലർക്കും ഡ്യൂട്ടി കൂടുതലാണ്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഈ പറയുന്ന വേക്കൻസി അടക്കം നികത്തണമെന്നുണ്ടെങ്കിൽ ഉന്നതമായ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടാകും. ആ സാമ്പത്തിക ബാധ്യതയാണ് ഒരു പ്രധാന കാരണം. കാര്യം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് നടത്തുന്ന ഒരു സേവനമാണ്, ഇതിൽ നിന്ന് ഗവൺമെൻറ് തിരിച്ചു വരുമാനമൊന്നും ഉള്ളതല്ല. അപ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ് നമ്മുടെയൊക്കെ നികുതിപ്പണം ഉപയോഗിച്ച് കോടാനുകോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് കാശ്മീർ. ഇവിടെ ഞാനൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞു. എൻ്റെ 2 മക്കളും ഡോക്ടർമാരാണ്. എൻ്റെ വൈഫിൻ്റെ ചേച്ചി കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളുമാണ്. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് സമൂഹത്തോട് ഒരു ബാധ്യത അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർമാരാണ്. നേരിട്ടുള്ള അനുഭവങ്ങളുണ്ടാണ്. ഇവിടെ നേരത്തെ ഷിൻഡോ പറഞ്ഞതുപോലെ പലപ്പോഴും അവർ പല രീതിയിലും വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പേര് കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ രോഗിയെ തിരിഞ്ഞു നോക്കില്ല. ഇവിടെ തന്നെ ഇപ്പോഴവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താ? നെടുമങ്ങാടിൽ ഒരു കുഞ്ഞ് മരിച്ചു, കൃത്യമായ റിപ്പോർട്ടുണ്ട്. ആ ഡോക്ടറുടെ കയ്യിൽ, ബിന്ദു സുന്ദറിൻ്റെ കയ്യിൽ ഇതിനു മുമ്പും പലപ്പോഴും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്താ ഒരു പ്രതിബദ്ധത ഈ സമൂഹത്തോടുണ്ടെങ്കിൽ യഥാർത്ഥ കാരണക്കാരെ ഡോക്ടർമാർ തന്നെ കണ്ടുപിടിച്ച് നിയമത്തിന് കൊണ്ടുവരണം.